ഹലോ ഫ്രണ്ട്സ്, ഷവോമി ഒരു പുതിയ ബിയർ ട്രിമ്മർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ ക്വാളിറ്റിയും നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് നോക്കാം. ഏകദേശം 1499 ആണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഏകദേശം 1199 ഷവോമി വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇത് IPX7 വാഷബിൾ ബോഡിയാണ്. അതുപോലെ തന്നെ 40 ലെങ്ത് സെറ്റിങ്സ് ഉണ്ട്. 90 മിനിറ്റ്സോളം നിങ്ങൾക്ക് കോഡ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡ്സും ഇതോടൊപ്പം ലഭ്യമാണ്. ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് ഷവോമി കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ബോക്സിന് പുറത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്. ശരി, ഇനി നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ പലതരത്തിലുള്ള ബിയർ ട്രിമ്മർ അവൈലബിൾ ആണ്. നോക്കാം നമുക്ക് ഷവോമി ടെക്നോളജിയിലേക്ക് എന്താണ് പുതുതായിട്ട് കൊണ്ടുപോകുന്നത്. യൂസർ മാനുവൽ ഇതിൽ നിങ്ങൾക്ക് ബിയർ ട്രിമ്മർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഷവോമിയുടെ ട്രിമ്മർ. ശരിക്കും നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റിൽ. നമുക്ക് സൈഡിലേക്ക് വെക്കാം. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ട്രാവൽ പൗച്ച് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഒരു ചാർജിങ് കേബിൾ, ക്ലീനിങ് ബ്രഷ്, ഒരു എക്സ്ട്രാ ട്രിമ്മിങ് കോംബ് ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓൾറെഡി ഒന്ന് ഈ ഷവോമിയുടെ ട്രിമ്മറിൻ്റെ മുകളിൽ തന്നെയുണ്ട്. അതിന് പുറമെയാണ് ഈ എക്സ്ട്രാ കോംബ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അതുപോലെ ഹാൻഡിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ബിൽറ്റ് ഇൻ ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരറ്റത്ത് USB പോർട്ടിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. മറ്റു അറ്റം ചാർജിങ്ങിൻ്റെ പോർട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 2 മണിക്കൂർ ചാർജ് ചെയ്താൽ ഏകദേശം 1.5 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ബാറ്ററി കപ്പാസിറ്റി. ട്രിമ്മർ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുക, അപ്പോൾ ട്രിമ്മർ ഓൺ ആവും. അതേപോലെ തന്നെ വീണ്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ ട്രിമ്മറിൻ്റെ പവർ ഓഫ് ചെയ്യണം. ഇവിടെ ഒരു നോബ് നൽകിയിട്ടുണ്ട്. അതിൽ ഏകദേശം 10ഓളം സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ട്രിമ്മിങ് കോംബ് അഡ്ജസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 0.5 ആണ്. അതുപോലെ മാക്സിമം 10 mm ലെങ്ത് ആണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ട്രിമ്മിങ് കോംബ് പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ഈ നോബ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വീണ്ടും പ്രസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ബിയർ ട്രിമ്മർ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ട്രിം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ എഡ്ജസ് ഒക്കെ വളരെ ഷാർപ്പാണ്. ഈ സ്റ്റീൽ ബ്ലേഡ് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ വർഷങ്ങളോളം നിങ്ങൾക്ക് ഈ ട്രിമ്മർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ബ്ലേഡ്സ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഇത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത് അവിടേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഷവോമി 2 ട്രിമ്മിംഗ് കോംബോ വരുന്നുണ്ട്. ഒന്ന് ചെറുതും അതേപോലെ ഒന്ന് വലുതും.
ഇനി നിങ്ങൾക്ക് വലിയ ട്രിമ്മിംഗ് കോമ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റിൽ ഇതിനൊപ്പമുള്ള ചെറിയ ട്രിമ്മിംഗ് കോമ്പ് റിമൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഇത് 10ൽ സെറ്റ് ചെയ്യണം, എന്നാലേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതിവിടെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വലിയ കോമ്പ് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്.